എളുപ്പത്തിൽ ഒരു ക്രീമി സോയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നത്. അധികം മസാലക്കൂത്തൊന്നും ഇല്ലാത്തതാണ്. ആദ്യം ബട്ടർ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കുനുകുന അരിഞ്ഞത് കേട്ടോ, അത് മറക്കല്ലേ. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വരുമ്പോഴത്തേനും പച്ചമുളക് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചുമന്ന കളറാണ്, ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇതിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മൾ സോയ എടുക്കുക. അതൊന്ന് വെള്ളത്തിലൊന്നിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. ഇതിലേക്ക് പുളിയുള്ള തൈര് എടുക്കുക. അധികം പുളി വേണ്ട കേട്ടോ, ഞാൻ ഇച്ചിരി പുളി കൂടുതലായിരുന്നു എടുത്തപ്പോഴത്തേനും. ഇനി കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇത് പുരട്ടി വെക്കുക. ഇനി നമ്മൾ അരച്ച പേസ്റ്റ് നമുക്ക് ഇത് കറിയൊക്കെ എടുക്കണ്ട. ഇനി നമ്മൾ ബട്ടർ ഇട്ട് ഹോൾ സ്പൈസസ് ഇട്ട് ഇതാക്കി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല ക്രീം വൈറ്റ് പേസ്റ്റ് ആയിട്ടില്ല ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു എന്നാ പറയുന്നത്, ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് അരച്ചെടുത്തതിൻ്റെ പേസ്റ്റ് അല്ല. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച സോയ ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കുമല്ലേ?